കുറച്ച് കുട്ടികളുള്ളത് കൊണ്ട് മാത്രം പറയാം. മലബാർ എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഒരു കാലത്ത് മലബാർ എന്നത് ഈ ഇന്ന് കേരളത്തിന്റെ തീരം മുഴുവനുള്ള പ്രദേശത്തെയാണ് മലബാർ എന്ന് വിളിച്ചിരുന്നത്. മലബാർ തീരം, കോറമണ്ടൽ തീരം, കൊങ്കൺ തീരം എന്ന് പറയുന്ന രീതി. സാധാരണ നമ്മൾ ഓർക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി പറയാറ് മലബാർ എക്സ്പ്രസ് പോകുന്ന ദൂരം. ഇതായിരുന്നു മലബാർ എന്ന പദം കൊണ്ട് ആദ്യകാലത്തെ വിദേശ സഞ്ചാരികളും മറ്റും ഈ തീരത്തെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. അത് കേരളം മുഴുവനാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മദിരാശി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ കീഴിലെ ഒരു ജില്ല ആയിരുന്നു മലബാർ, ഒറ്റ ജില്ല. അങ്ങ് ചാവക്കാട് മുതൽ പയ്യന്നൂരിനടുത്ത് കവ്വായി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ആ ജില്ലയുടെ അതിർത്തി. നമ്മൾ രണ്ട് അതിർത്തി പറഞ്ഞത്. ഇന്നത്തെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളും അതുപോലെ തന്നെ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് വരെയുള്ള ഈ പ്രദേശങ്ങളൊക്കെ ഒറ്റ ജില്ലയായിരുന്നു. കലക്ടറുടെ ഓഫീസ് കോഴിക്കോടാണ്. രണ്ട് ഡിവിഷൻ, ഒന്ന് തലശ്ശേരി ആസ്ഥാനമാക്കിയിട്ട് നോർത്ത് മലബാർ, മറ്റൊന്ന് അപ്പുറത്ത് സൗത്ത്. അതിലേക്കല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മലബാറിന്റെ കലക്ടറായിരുന്ന വില്യം ലോഗൻ എന്ന സാഹിബാണ് ആദ്യമായിട്ട് ഈ പ്രദേശത്തിന്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതിനും ഈ ജില്ലയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മലബാറിന്റെ മാനുവൽ എന്ന പേരായ ഒരു വലിയ ഗ്രന്ഥമുണ്ടാക്കി. ഇപ്പൊ നമുക്ക് ലൈബ്രറിയിൽ പോയാൽ കാണാം, 2-3 വോള്യങ്ങളിലായിട്ട് ഒരു മാനുവൽ ഉണ്ട്. അതെല്ലാം ഉണ്ട്, സമഗ്ര വിവരങ്ങളാണ്. സാധാരണ മാനുവൽ എന്ന് പറഞ്ഞാൽ ചരിത്രമല്ല, ചരിത്രമായതുണ്ട്. മാനുവൽ എന്ന് പറഞ്ഞാൽ സമഗ്ര വിവരങ്ങൾ അടങ്ങുന്നതെന്ന് മാത്രമേ അറിയൂ. നമ്മൾ മിക്സി വാങ്ങിയാൽ അതിന്റെ കൂടെ ഒരു മാനുവൽ കിട്ടും. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന രീതി, അത് മാത്രം അതിന്റെ അർത്ഥമായിട്ട് കണക്കാക്കിയാൽ. ഈ മാനുവലിൽ ചിലപ്പോൾ എത്ര നദികളുണ്ട്, ആ നദികളിൽ എത്ര മത്സ്യങ്ങളുണ്ട്, മലബാറിൽ എത്ര പൂമ്പാറ്റകളുണ്ട് എന്നുപോലും അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു വർക്ക് നടന്നിട്ടില്ല. അതിനകത്ത് തളിപ്പറമ്പിൽ ആദ്യത്തെ ജനവാസത്തെ കുറിച്ചുള്ള തെളിവ് സാമഗ്രികൾ അദ്ദേഹം അടയാളപ്പെടുത്തുന്നു. അദ്ദേഹം രേഖപ്പെടുത്തിയത് തൃച്ചംബരത്തിനടുത്ത് ബംഗളമൊട്ടപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗുഹ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ചിത്രമൊക്കെ അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രദേശം അതിന്റെ ഒരു ദുരന്തം എന്ന് പറയട്ടെ, പക്ഷെ ഈ പറഞ്ഞ സ്ഥലം ഫിസിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ ഈ സമീപകാലത്ത് ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും, കുപ്പംപുഴയുടെ നദീതടങ്ങളിൽ നിന്നും, ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സാധനങ്ങൾ, അതിന് പൊതുവെ നമ്മൾ ചരിത്രത്തിൽ മെഗാലിത്ത് എന്ന് പറയാം, മഹാശിലാ സംസ്കാരം. മെഗാ എന്ന് വെച്ചാൽ അറിയാം, മെഗാ സ്റ്റാർ നമ്മൾ പറയാറുണ്ട്, വലിയത്. ലിത്ത് എന്ന് വെച്ചാൽ കല്ലാണ്, കല്ല് കൊണ്ടുള്ള വലിയ ചില രൂപങ്ങൾ. ആ കാലഘട്ടത്തിലാണ് ഈ പ്രദേശങ്ങളിൽ പൊതുവെ മനുഷ്യൻ താമസം കൂടുതലായിട്ട് കണ്ടു. അത് ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലമാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2500 വർഷം മുമ്പുള്ള കാലമാണ്. കാർഷിക വൃത്തി, കൃഷി ചെയ്യാനൊക്കെ ആരംഭിക്കുന്ന ഇരുമ്പിന്റെ കണ്ടുപിടുത്തമാണ് കൃഷിയെ സഹായിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അതുവരെ ഇരുമ്പ് ഉപയോഗിക്കുന്നത് വരെ, ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് വരെ മനുഷ്യന് കാട് വെട്ടാൻ പറ്റിയിരുന്നില്ല. മൂർച്ചയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ചെമ്പ് കൊണ്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഇരുമ്പ് യുഗ സംസ്കൃതി അഥവാ മഹാശിലാ സംസ്കാരങ്ങൾ, അത് ഗുഹകളാകാം, കൊടക്കല്ല്, തൊപ്പിക്കല്ല്, പല രൂപങ്ങളാകാം, എന്തായിരുന്നാലും കല്ലുകൊണ്ടുള്ള വലിയ സ്ട്രക്ചറാണ്. അത് അവരുടെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ആ കാലഘട്ടം മുതലെങ്കിലും കൃത്യമായിട്ട് മനുഷ്യൻ അധിവസിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ എന്ന് പറയാം. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് 20-ാം നൂറ്റാണ്ടിലാണ് കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന, ഏത് പ്രദേശത്തിന്റെയും ചരിത്രത്തെ സംബന്ധിക്കുന്ന ഒട്ടേറെ തെളിവ് സാമഗ്രികൾ വെളിച്ചത്ത് വെച്ചത്. അങ്ങനെ വെളിച്ചത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ് സാമഗ്രികളെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി തമിഴ് പാട്ടുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തമിഴാണ്, കാരണം അന്നത്തെ ഭാഷ തമിഴായിരുന്നു. കുറെ കാലം ഈ പ്രദേശം അടക്കം എല്ലാവരും സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ എന്ന് പറയാം. അപ്പൊ ഈ തമിഴ് പാട്ടുകളിൽ അകമായൂർ എന്ന് പറയുന്ന ഒരു പാട്ടിൽ തളിപ്പറമ്പിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. തളിപ്പറമ്പ് എന്നല്ല നിങ്ങൾ അറിയുന്നത് മാതിരി ചെല്ലൂർ എന്ന് പറയുന്ന പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ കെടാതെ യാഗാഗ്നി തുടരുന്ന ഒരു സ്ഥലമായിട്ടാണ് അകനാനൂർ എന്ന് പറയുന്ന തമിഴ് സാഹിത്യകൃതിയിൽ പരാമർശിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു വന്നപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതിയിൽ 1916 തിരുവനന്തപുരത്തെ ഈ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ നിന്നും മൂഷക വംശ കാവ്യം എന്ന് പറയുന്ന ഒന്നിന്റെ ഒരു താളിമല കണ്ടെടുക്കുകയുണ്ട്. ടി.എ. ഗോപിനാഥറാവു എന്ന് പറയുന്ന ട്രാവൻകൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് അന്നത്തെ തലവനാണ് കണ്ടെടുത്തത്. അദ്ദേഹം അതേക്കുറിച്ചുള്ള ഒരു കുറിപ്പ്
ട്രാവലിംഗ് ആർക്കിയോളജിക്കൽ സീരീസ് എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കേണ്ടായി. ആ കൃതിയിലാണ്, അതൊരു സാഹിത്യ കൃതിയാണ്. ആ കൃതി പിന്നീട് കുറെ ചരിത്രപരമാണെന്നൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ്. കാരണം മറ്റു പല സോഴ്സും വെച്ചിട്ട് അതിൽ പോകേണ്ട കാര്യമില്ല, ആമുഖമായതുകൊണ്ട്. അപ്പൊ അതിലാണ് ഈ പ്രദേശത്തെ കുറിച്ച്, ഈ പ്രദേശത്തിന്റെ ജോഗ്രഫി എവിടെയാണ്, അന്ന് കുപ്പം പുഴക്കതിൽ കില്ല എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. കില്ല നദി എന്നാണ് വിളിക്കുന്നത്. കുപ്പത്തിന്റെയും അതുപോലെ തന്നെ വളപട്ടണം പുഴയുടെയും ഇടയിലുള്ള ഒരു പ്രദേശം. ഇവിടുത്തെ ക്ഷേത്രം അതേത് രാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്, അതുമായി ബന്ധപ്പെടുന്ന ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റു ചില ക്ഷേത്രം, ഇങ്ങനെയുള്ള ചില വിവരണങ്ങൾ അതിലാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു സാഹിത്യ കൃതി എന്ന് പറയാവുന്നതാണ്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സാഹിത്യ കൃതികളിൽ, അത് മണിപ്രവാള കൃതി ചായിരുന്നാലും മറ്റു പലതിലും ഈ പ്രദേശത്തെ കുറിച്ചുള്ള വിവരണം വരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു എന്താണ് ഇവിടെ നിലനിന്നിരുന്ന, പ്രത്യേകിച്ചും കച്ചവടവുമായി ബന്ധപ്പെട്ട്, കാരണം ഈ സമീപ പ്രദേശങ്ങൾ ഏറെ പഠനങ്ങൾ നടന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. അത് മാടായി ആയിരുന്നാലും ശ്രീകണ്ഠപുരമായിരുന്നാലും വടപട്ടണമായിരുന്നാലും ഒക്കെ. അതിലൊക്കെ ഇതേ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മൂഷക വംശം എന്ന് പറയുന്ന, മൂഷക നാട് എന്ന് പറയുന്ന വടപട്ടണം പുഴയ്ക്കും ഇതിനും ഇടയിലുള്ള ഒരു പ്രദേശത്തെയാണ് നമ്മൾ മൂഷക വംശം എന്ന് നാടെന്ന് വിളിക്കുന്നത്. ആ പ്രദേശത്തെ വാണിജ്യത്തെ കുറിച്ച്, വ്യാപാരത്തെ കുറിച്ച്, അതിലിടപെട്ടിരുന്ന മനുഷ്യരെ കുറിച്ച്, ആ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന വൈദേശരെ കുറിച്ച്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിൽ കാണാവുന്നതാണ്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്തും ഏതാണ്ട് ഒരു വിഭവ ഉൽപാദനം, കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അത് ആവശ്യത്തിലധികം വരുന്ന സാധനങ്ങൾ വിനിമയം ചെയ്ത്, അങ്ങനെയാണ് കച്ചവടം തുടങ്ങുക. അങ്ങാടികളോ മറ്റും ഉണ്ടായി അത് വിനിമയം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു മാർക്കറ്റിന്റെ രൂപത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതോടൊപ്പം തന്നെ ഒരു വ്യാപാര കേന്ദ്രമായി വളരുന്നതോടെ ഈ പ്രദേശത്ത് മറ്റ് വ്യാപാരികളുമായി ബന്ധപ്പെട്ട മറ്റ് ജനവിഭാഗങ്ങൾ കൂടി കടന്നു വരുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നവരെ ഒരു മുസ്ലിം കേന്ദ്രമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിലെ വ്യാപാരത്തിന്റെ ഒരു 95% അവരുടെ കൈവശമാണ്, അന്നും കുറെയൊക്കെ ഇന്നും എന്ന് പറയാവുന്നത്. ഈ ഒരു കച്ചവട കേന്ദ്രം സാധാരണ കേരളത്തിലേക്കുള്ള ഇസ്ലാമിന്റെ വരവിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലം വരെയും ചരിത്രകാരന്മാർ വെച്ചു പുലർത്തിയിരുന്ന ധാരണ, MGS അടക്കമുള്ള കേരള ചരിത്രത്തിന്റെ വലിയ ആചാര്യന്മാരായിട്ട് എല്ലാവരും കണക്കാക്കുന്ന MGS നാരായണനെ പോലുള്ള ചരിത്രകാരന്മാർ അടക്കം വെച്ചു പുലർത്തിയിരുന്ന ധാരണ 12ാം നൂറ്റാണ്ടിലാണ് ഒരു പെരുമാൾ മക്കത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ ആ 12ാം നൂറ്റാണ്ടിലാണ് ഇവിടത്തേക്ക് കാര്യമായിട്ട് മുസ്ലിങ്ങൾ വന്നിരുന്നത് എന്ന് പറയുന്ന ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു അനുമാനവും, ആ അനുമാനത്തിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് മാടായി പള്ളിയിലെ ഒരു ശാസനമാണ്. മാടായി പള്ളിയുടെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്ന ഒരു ശാസനത്തെയാണ്. അത് ഹിജ്റ 5ാം നൂറ്റാണ്ടിലേതാണ് എന്നാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ ഈ സമീപ കാലഘട്ടത്തിൽ, കുറച്ചു വർഷം ഈ സമീപ കാലഘട്ടത്തിൽ അവരുടെ അനുമാനം തെറ്റാണെന്ന്, ഇത് ഹിജ്റ 5ാം നൂറ്റാണ്ടിലേതല്ല, ഹിജ്റ 5ാം വർഷത്തിലേതാണ് എന്ന് പുതിയ വായന ഉണ്ടാവുകയും അത് അവരുകൂടി MGS അടക്കം അത് അംഗീകരിക്കുകയും, അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് പ്രവാചകന്റെ കാലത്ത് തന്നെ ഈ പ്രദേശത്ത്, 12ാം നൂറ്റാണ്ടല്ല, നമുക്കറിയാം പ്രവാചകന്റെ കാലഘട്ടം ഏതാണ്ട് 8ാം നൂറ്റാണ്ടോടുകൂടി തന്നെ ഈ പ്രദേശത്ത് ഇസ്ലാം മതം അല്ലെങ്കിൽ അത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അത് ഒരുപാട് പഠനങ്ങൾ നടത്തി. അതിനോട് ചരിത്രം പറഞ്ഞാൽ ഈ പരിപാടിയെ കുറിച്ച് സംസാരിച്ചത്, ഇതേക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്ന അബ്ദുള്ള അഞ്ചിലത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഇത്തരം പഠനങ്ങൾ വളരെ ഗൗരവമായിട്ട് നടത്തിയത്, താല്പര്യമുണ്ട് നടത്തി. അത് നാഷണൽ ബുക്ക് സ്റ്റാൾ വലിയ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞു, സോഴ്സ് എന്ന് പറയുന്നത് തിരുത്തേണ്ടതുണ്ട് ഇത്തരം അന്വേഷണത്തിൽ നിന്ന്. അദ്ദേഹം ഒരുപാട് പുതിയ സോഴ്സുകൾ, ഇപ്പം രാമങ്കൽ പള്ളിയിലെ മീസാന്തലിൽ എഴുതി വെച്ചിട്ടുള്ളതടക്കം ശാസനം എന്ന് പറയുന്നത്, അങ്ങനെ അത് നമ്മൾ ഒരിക്കലും ചരിത്രത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഏത് കാലഘട്ടം, അതിന്റെ ഷെയ്പ്പ് അടക്കം, അത് ഏത് കാലഘട്ടത്തിലെ ആരുടെ ഖബറാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള തെളിവ് സാമഗ്രികൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ആ പുസ്തകം ലഭ്യമായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു ചരിത്രം, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വ്യാപാര സമൂഹമായിട്ട് ഈ പ്രദേശത്തടക്കം. ഇത് പ്രത്യേകിച്ച് നമുക്കറിയാം, മലമ്പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും അങ്ങോട്ട് പോകുന്നതിനും നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ പലപ്പോഴും തലച്ചുവടായി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ തെളിവുകളായിട്ട് ഇന്നും അവശേഷിക്കുന്ന ഈ ചുവട് താങ്ങികളൊക്കെ കാണും. കല്ലുകൊണ്ടുണ്ടാക്കിയ, കാരണം അതിന്റെ മേലെയാണ് ചുവട് അല്പ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ വെച്ചത്. അങ്ങനെയാണ് ചുവട് താങ്ങികളും ചില റൂട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധാരണ. മാത്രമല്ല കൂടുതലായിട്ട് പുഴ വഴിക്കുള്ള വാണിജ്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും നമുക്കറിയാം. അങ്ങനെ
ഉള്ള രീതിയിൽ പറഞ്ഞു. മറ്റു ഒരുപാട് മുസ്ലിങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള ഐതിഹ്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ കൂടിയുണ്ട്. ഇപ്പൊ ചെറുക്കണ്ടി ബാലകൃഷ്ണൻ നായരെ പോലുള്ളവർ ഫോക്ലോറിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കോലത്തിലെ രാജാവാണ്. പലപ്പോഴും ചിലരെ ധർമ്മടത്തിൽ നിന്നും ഒരു 4 കുടുംബത്തെ, പ്രധാനമാണ് വസ്തുതാപരമാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടുത്തെ കുടുംബങ്ങളെ കുറിച്ച് അധികം അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് കുട്ടൂക്കൽ, അതുപോലെ പാറോട്ടകത്ത്, കായക്കുൽ എന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള 4 കുടുംബങ്ങളെ ഞങ്ങളുടെ പുസ്തകം പോകുന്നതിന്റെ സമയമായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചിലരെ കൊണ്ടുവന്ന് ഇവിടെ താമസം കുടിയിരുത്തി അവർക്ക് കച്ചവടത്തിനും അതുപോലെ ആരാധനക്കുമുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുത്തത് എന്ന് പറയുന്നു. എങ്ങനെയാണ് പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ കുറെ ഇതുണ്ടായി, പരിവർത്തനം ഉണ്ടായി എന്ന് രേഖപ്പെടുത്തുന്ന ചിലരൊക്കെ ഉണ്ട്. അതെന്തായിരുന്നാലും ഞാൻ സമയക്കുറവ് കാരണം ഈ ആമുഖമായി പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കൈകടത്തുന്നത് ചരിത്രത്തിലാണ്, സംസ്കാരത്തിലാണ്. അത് എത്രത്തോളം വസ്തുതാപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി മാത്രം ചെയ്യാൻ പറ്റുമോ, അല്ലാതെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ താല്പര്യങ്ങൾ അതിലേക്ക് വരികയല്ല വേണ്ടത്, മറിച്ച് വസ്തുതകൾക്കനുസരിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടുന്ന വളരെ ഗൗരവമായ ഒരു പ്രക്രിയക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഗൗരവത്തോടുകൂടി തന്നെ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോയി തളിപ്പറമ്പിലെ സംസ്കാരത്തെ ശരിയായ രീതിയിൽ അടയാളപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആമുഖ ഭാഷണം നടത്തുന്നു. കൂടുതൽ സമയമെടുത്ത് ക്ഷമ ചോദിക്കുന്നു. അടുത്തതായിട്ട് ഇവിടുത്തെ പേപ്പറുകൾ പ്രസന്റേഷന് വേണ്ടി വിളിക്കുകയാണ്. നമ്മൾക്ക് അടുത്ത പേപ്പർ പ്രസന്റേഷന് മുമ്പ് 2 വാക്ക് നമ്മൾ സംസാരിക്കാൻ KS റിയാസ് സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വനാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. ബഹുമാന്യനായ ഇന്നത്തെ ഈ സെഷന്റെ ആദ്യ സെഷൻ പൂർത്തീകരിച്ച നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ നാരായണ